ഹലോ ഗൈസ്, ഇന്ന് നിങ്ങൾക്ക് ഒരു പടിക്ക് 3 വിഷയമാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് 3 ഡെസ്റ്റിനേഷൻസ് ആണ്. ഒന്ന് വന്നിട്ട് എലിഫൻസ് പോയിന്റ്, പിന്നൊന്ന് ആർത്തർ സീറ്റ്, പിന്നൊന്ന് എലഫന്റ് ഹെഡ് ആൻഡ് നീഡിൽ പോയിന്റ്. 3 പോയിന്റുകളും നമുക്ക് ഒരുമിച്ച് കാണാം. പറയുമ്പോൾ തന്നെ എന്ത് എളുപ്പമല്ലേ. അപ്പം ഞാനിപ്പോൾ കാണിച്ചു തരുന്ന പോയിന്റാണ് എലിഫൻസ് പോയിന്റ്. ഈ പോയിന്റിന്റെ പ്രത്യേകത, ഒരു സൈഡ് സാവിത്രി പോയിന്റും ഇന്നൊരു സൈഡ് കൊയ്ന വാലിയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നടുവിലൂടെ ഒഴുകുന്ന പുഴയാണ് സാവിത്രി റിവർ. ആ പച്ച പിടിച്ച മലനിരകൾ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് ഗൈസ്. ഇതിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നല്ല പേടിയും കൂടെ തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഒരു മലയുടെ തുഞ്ചത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കാല് തെറ്റി പോയി കഥം ടാറ്റ ബൈ ബൈ. എൻ്റെ കാര്യം മാത്രമല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ കാര്യം കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ചെറിയ സാവിത്രി പോയിന്റ് കാണാനും മാൽക്കൺ പോയിന്റ് കാണാനും എക്കോ പോയിന്റ് കാണാനും ഒക്കെ നമ്മൾ പോയിട്ടോ. അതായത് ഈ എലിഫൻസ് പോയിന്റിൽ നിന്ന് ആർത്തർ സീറ്റ് വരെയുള്ള പോയിന്റിന്റെ ഇടയിലുള്ള ചെറിയ ചെറിയ പോയിന്റുകളാണ് അപ്പോഴേ ഞാൻ കാണിച്ചത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആർത്തർ സീറ്റ് എന്ന് പറയുന്നത്. അതായത് രമണ, പണ്ട് നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കയ്യിലിരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ കുറേ വിദേശികൾ അവരാണ് ഇവിടെ മുക്കും മൂലയൊക്കെ കണ്ടുപിടിച്ചത്. ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു. അതായത് ഈ ആർത്തർ പറഞ്ഞ ഒരു ബ്രിട്ടീഷുകാരന്റെ ഭാര്യയും കുട്ടിയും ഒക്കെ സാവിത്രി നദിയിൽ ഒഴുകിപ്പോയി. അതിനുശേഷം ആർത്തർ എന്ന് പറയുന്ന ആള് ഈ മലയുടെ തുഞ്ചത്ത് വന്നിരുന്ന് എപ്പോഴും സാവിത്രി നദിയിലേക്ക് നോക്കിയിരിക്കുന്നു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ആർത്തർ സീറ്റ് എന്ന് പേര് വന്നത്. ആവട്ടോ. അതിനുശേഷം നമ്മൾ പോയത് കേറ്റ്സ് പോയിന്റ് ആൻഡ് എലഫന്റ് ഹെഡ് നീഡിൽ പോയിന്റിലേക്കാണ്. എലഫന്റിന്റെ ഹെഡ് പോലെ ഇരിക്കുന്ന ഒരു പാറ കണ്ടില്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഓട്ട കണ്ടില്ലേ, ആ ഓട്ടയാണ് നീഡിൽ പോയിന്റ്. ആ എലഫന്റിന്റെ തല പോലെ ഇരിക്കുന്നതാണ് എലഫന്റ് ഹെഡ് പോയിന്റ്. ഇങ്ങനെ കുറേ പോയിന്റ്സുകളാണ് മഹാബലേശ്വറിലുള്ള കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. ചെറുതായി ഫോഗൊക്കെ ഉണ്ടായിരുന്നു. നല്ല പരന്ന് കിടക്കുന്ന വാലി കാണാൻ നല്ല മനോഹരമാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയേണ്ട ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ഒക്കെ തരിക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറയാം. ഈ വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്റ്റെപ്പുകൾ ഇറങ്ങും കയറും ഒക്കെ വേണം കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരുപാട് നടന്നു ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.